ഹായ് നമസ്കാരം. ഞാൻ കവിരാജ് അമ്പലപ്പുഴ. ചൈനയിൽ നിന്നുള്ള 4ാമത്തെ എപ്പിസോഡാണ് ഇത്. കഴിഞ്ഞ പ്രാവശ്യം യുവാൻ ഗാർഡൻ സന്ദർശിച്ചതിൻ്റെ പകുതി ഭാഗത്ത് വെച്ചാണല്ലോ ഞാൻ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ആ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് തുടരാം. ഞങ്ങളെ നയിച്ചിരുന്ന ഒരു ചൈനീസ് ഗൈഡിന്റെ ചെറിയൊരു വിവരണത്തിലേക്ക്. We are going to go through six sections. There are more than 40 small halls and pavilions, little room. We're not going to visit one by one. We go through the main 6 sections. 1559 മിഗ് രാജവംശത്തിന്റെ കാലത്ത് തന്റെ പിതാവ് പാൻ എന്നിന്റെ വാർദ്ധക്യത്തിൽ ഒരു ആശ്വാസമായിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ മകൻ പാൻ യുണ്ടുവാൻ ആണ് ഈ യു ഗാർഡൻ ആദ്യമായി നിർമ്മിച്ചത്. സാമ്രാജ്യത്വ പരീക്ഷണങ്ങളിൽ ഒന്നിൽ പരാജയപ്പെട്ടതിന് ശേഷമാണ് പാൻ യുഡുവാൻ ഈ പദ്ധതി ആരംഭിച്ചത്. ഒരാളുടെ മാതാപിതാക്കളെ പ്രീതിപ്പെടുത്തുന്നതിനും തൃപ്തിപ്പെടുത്തുന്നതിനും എന്ന് അർത്ഥം വരുന്ന യുവാൻ എന്നാണ് അദ്ദേഹം ഈ പൂന്തോട്ടത്തിന് പേരിട്ടത്. ഈ പൂന്തോട്ടം നിർമ്മിക്കാനുള്ള അദ്ദേഹത്തിന്റെ പ്രേരണ മാതാപിതാക്കളോടുള്ള സന്താനഭക്തി കാണിക്കുകയും അവരുടെ വാർദ്ധക്യത്തിൽ അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നായിരുന്നു ഉദ്ദേശം. അതിനാൽ യു ഗാർഡൻ സമാധാനത്തിന്റെയും ആശ്വാസത്തിന്റെയും പൂന്തോട്ടം എന്നാണ് അറിയപ്പെടുന്നത്. But cherry blossom is origin is China. Yeah, Then but only Japan. Now we have so many cherry trees blossoming in March and early April. March, April. Middle of May. Middle of May. No more. Very early spring. March, early until early April. ഈ പൂന്തോട്ടത്തിന്റെ ഒരു കവാടത്തിൽ കാണുന്ന ദൃശ്യമാണ് ഇത്. ഒരു ആൺസിംഹത്തിന്റെ കയ്യിൽ ഭൂലോകം ഇരിക്കുന്നു. അതായത് ഭൂമി നിയന്ത്രിക്കുന്നു, ലോകം നിയന്ത്രിക്കുന്നു പുരുഷന്മാരെന്നും, ഒരു പെൺസിംഹത്തിന്റെ കയ്യിൽ ഒരു പെൺകുഞ്ഞ് സിംഹത്തിന്റെ കുഞ്ഞ് ഇരിക്കുന്നു. അത് വീടും പരിവാരങ്ങളെ സംരക്ഷിക്കുന്നു എന്നും വിളിച്ചു പറയാൻ വേണ്ടിയാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ പൂന്തോട്ടം സന്ദർശിക്കുന്നതിനിടയിൽ പല ചൈനീസ് യുവതികളെയും എനിക്കിവിടെ കാണാൻ സാധിച്ചു. അവർ പല രീതിയിലുള്ള ഫോട്ടോകൾ എടുക്കുന്നതിൽ വ്യാപൃതരായിരുന്നു. അതിമനോഹരമായ രൂപകൽപ്പനയും ചരിത്രപരമായ പ്രാധാന്യവും ഇതിനെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാക്കി മാറ്റിയിരിക്കുന്നത്. നഗരത്തിന്റെ സമ്പന്നമായ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന നന്നായി സംരക്ഷിച്ചിരിക്കുന്ന അനേകം വസതികളും നമുക്കിവിടെ കാണാൻ സാധിക്കും. തീർച്ചയായും കാലം നിശ്ചലമായി നിൽക്കുന്നതും ചരിത്രത്തിന് ജീവൻ നൽകുന്നതുമായ ഒരു സ്ഥലം തന്നെയാണ് ഇത്. ഈ പ്രദേശം പരസ്പരം ബന്ധിപ്പിക്കുന്ന ഗേറ്റ് വേകളും സിക്സാക് ഇടനാഴികളും കൊണ്ട് ചാരനിറത്തിലുള്ള ടൈൽ ചെയ്ത വരമ്പുകളാൽ ഡ്രാഗൺ മതിലുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഈ കാണുന്ന പാറയാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചത്. ഇതിന്റെ കഥ വളരെ വിശാലമായിട്ടുള്ളതാണ്. 15ാം നൂറ്റാണ്ടിലെ മിഗ് രാജവംശത്തിന്റെ ഉത്ഭവമായിട്ട് ബന്ധപ്പെട്ട് പല കിംവദന്തികളും പല പ്രചരണങ്ങളും ഈ പാറയുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അവകൾ വിവരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ എപ്പിസോഡ് പൂർണ്ണമായും തീരുകയില്ല. എങ്കിലും ഞാൻ മറ്റുള്ള പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് ഒന്ന് കിടക്കട്ടെ. ഈ പൂന്തോട്ടത്തിന്റെ യഥാർത്ഥ രൂപരേഖയിൽ നിരവധി ജലപാതകൾ, റോക്കറികൾ, സസ്യങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവയുണ്ട്. ഈ ഗാർഡൻ വിവിധ ഉദ്യാനങ്ങളുടെയും പൈതൃക ഭവനങ്ങളുടെ സമുച്ചയമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പാൻ ചക്രവർത്തിയുടെ സ്വന്തം രേഖകളിൽ നിന്നും അദ്ദേഹം എവിടെ താമസിച്ചിരുന്നപ്പോൾ ഈ ഉദ്യാനം നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു. ആ സംഭവങ്ങൾ ഹാങ്കായ് സമൂഹത്തിന്റെ ഭരണഘടനയെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 1586 മുതൽ 1601 വരെയുള്ള പാൻ യുഡുവിന്റെ ജേർണൽ എൻട്രികളിൽ അവയിൽ 3/4 ഭാഗവും പൂന്തോട്ടത്തിൽ നടന്ന പൊതു പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അവകളാണ് ആ ജേർണലിൽ പൂർണ്ണമായിട്ടും വിവരിച്ചിരിക്കുന്നത്. 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ പൂന്തോട്ടങ്ങൾക്ക് നിരവധി തവണ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 1ാം കുറുപ്പ് യുദ്ധ സമയത്ത്, അതായത് 1842 ബ്രിട്ടീഷ് സൈന്യം ടീ ഹൗസിനും മറ്റു പ്രവർത്തനങ്ങളുടെ ഒരു താവളമായി ഈ പൂന്തോട്ടം ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ ഈ പൂന്തോട്ടത്തിൽ തെരാപ്പാര കറങ്ങി നടന്നപ്പോൾ കണ്ട ചില കുസൃതി രംഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത്. ചൈനീസ് യുവതികളും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളും ഇവിടെ വന്ന് ഈ പൂന്തോട്ടം ആവോളം ആസ്വദിക്കുന്നുണ്ട്. തമാശകൾ പറഞ്ഞും പല രീതിയിലുള്ള ഫോട്ടോകൾ എടുത്തും സെൽഫികൾ എടുത്തും മറ്റു പല രീതിയിലും അവർ ആഘോഷിക്കുകയാണ്. അതിൽ ഒരു ഭാഗത്താണ് ഞാൻ ഇത് കണ്ടത്. ഒരു ചൈനീസ് കുട്ടൻ്റെ ഹെയർ സ്റ്റൈലാണ്. എനിക്ക് വളരെ അതിശയകരമായി തോന്നി. അതാണ് ഞാനിപ്പോൾ കണ്ടു മറയിപ്പിച്ചത് ഈ രംഗങ്ങൾ.
അതിനുശേഷം ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇനി ഞങ്ങൾ പൂന്തോട്ടത്തിൻ്റെ വടക്കേ അറ്റത്ത് എത്തിക്കഴിഞ്ഞു. ഇനി വടക്കേ അറ്റത്തൂടെയാണ് ഇതിൻ്റെ ഗേറ്റ്, എക്സിറ്റ് ഗേറ്റ്. അവിടേക്ക് പോകണം, വെളിയിലേക്ക് വരണം. അതിന് മുൻപായിട്ട് ഞങ്ങളായി പൂന്തോട്ടത്തിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്താൽ എന്താണെന്ന് പലർക്കും ഒരു ആലോചന. എങ്കിൽ അതങ്ങ് സാധിച്ചു കളയാം എന്ന് വിചാരിച്ചു. എല്ലാവരും അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. ബുദ്ധ സന്യാസി ദലൈലാമയുടെ രൂപത്തിൽ അല്ലെങ്കിൽ രൂപസാദൃശ്യത്തിൽ ഒരു സന്ദർശകൻ. അങ്ങനെ കുസൃതിയും വികൃതിയും നിറഞ്ഞ പല ഭാഗങ്ങളും എൻ്റെ ക്യാമറ പകർത്തിക്കൊണ്ടേയിരുന്നു. തായ് പിങ് കലാപകാലത്ത് സ്മോൾ വേൾഡ് സൊസൈറ്റി അതിൻ്റെ ആസ്ഥാനം ഈ പൂന്തോട്ടത്തിലെ ഡയാൻ ചൂൺ ഹാളിൽ പ്രവർത്തനം ആരംഭിച്ചു. കിങ് സൈന്യം വീണ്ടും പൂന്തോട്ടം വീണ്ടെടുത്തപ്പോഴും യഥാർത്ഥ ഘടനകൾ മിക്കവാറും എല്ലാം നശിച്ചിരുന്നു. ഇതിനിടയിൽ ഈ ക്ഷേത്രവുമായി അല്ലെങ്കിൽ പൂന്തോട്ടവുമായി ബന്ധപ്പെട്ട ചില പ്രാചീന കഥകളാണ് ഞങ്ങളുടെ ഗൈഡ് വിവരിച്ചിരുന്നത്. ഇതിനിടയിൽ ഞങ്ങളുടെ ഒരു സഹയാത്രികയായിരുന്ന ജെസി കുര്യൻ, ഇപ്പോൾ കാണുന്ന ഈ മാഡം, ഗൈഡിന്റെ ചുമതല സ്വയം ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണ്. ആ പൂന്തോട്ടത്തിലെ ഞങ്ങളുടെ സന്ദർശനം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അതിന് തൊട്ടടുത്ത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ദൂരെ ഉള്ള ആങ്ഷായ് സിറ്റിയിലെ ഗോൾഡ് ടെമ്പിൾ എന്ന പേരിലും അറിയപ്പെടുന്ന ചെങ്ഹുവ ക്ഷേത്രം ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആത്മീയതയുടെയും ആകർഷമായ സമ്മിശ്രിതമായ ആ സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അവിടെ എത്തിയതിനു ശേഷം ഞങ്ങളെ എല്ലാവരെയും ഒരു ഇൻസ്ട്രക്ഷൻ തന്നത് 1.5 മണിക്കൂർ നിങ്ങൾ ഫ്രീ ആയിട്ട് പോകുന്നതാകുന്നു. ഇതിൻ്റെ പരിസരങ്ങളും മറ്റും സ്വയമായിട്ട് പര്യവേഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് അവർ തന്നു. ആയതിനാൽ അവരവരുടെ ഇഷ്ടാനുസരണം ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും വേണ്ടി ഞങ്ങൾ ഓരോരുത്തർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇതാണ് ആ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും. വളരെയധികം വിനോദസഞ്ചാരികൾ ഒന്നിച്ചു കൂടുന്ന ഒരു കേന്ദ്രമാണ് ഇതെന്ന് പറയുന്നത് തെറ്റില്ല. ഞാൻ എൻ്റെ യാത്ര ആരംഭിച്ചു ചെന്നേക്ക് ആദ്യം കയറിയത് ഒരു മ്യൂസിയത്തിലേക്കായിരുന്നു. മ്യൂസിയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ടാൽ തോന്നും ഒരു സൂ ആണോ എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിൽ അങ്ങനെയല്ല. ഇതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ചോക്ലേറ്റ് കൊണ്ട് മാത്രമാണ്. ഇതിൻ്റെ പരിസരത്ത് എത്തിയപ്പോൾ തന്നെ ചോക്ലേറ്റിൻ്റെ വല്ലാത്ത ഗന്ധം എന്നെ ആകർഷിച്ചു. അപ്പോൾ ഇതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ആ പരീക്ഷണത്തിലാണ് ഞാൻ ഇതിൽ എത്തിപ്പെട്ടത്. കുട്ടികളും ഫാമിലികളും എല്ലാവരും വന്ന് വളരെ കൗതുകത്തോടു തന്നെ കാണുകയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത്. ഈ ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്ന എല്ലാ ശില്പങ്ങളും ചോക്ലേറ്റിൽ ആണ് ഉണ്ടാക്കിയിരിക്കുന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത. ചോക്ലേറ്റ് തിന്നണമെന്ന് തോന്നിയാൽ ഒരു തരി ചോക്ലേറ്റ് പോലും ഇവിടെ നിന്ന് നമുക്ക് കിട്ടുകയില്ല. അതിനുള്ള സ്വാതന്ത്ര്യമില്ല. എവിടെയും തൊടാനുള്ള അവകാശവും ഇല്ലായിരുന്നു. ചരിത്ര പ്രാധാന്യമായ ഷിക്കുമെൻ വസതികൾ കൂടുതലായി സ്ഥിതി ചെയ്യുന്ന ഒരു സ്ട്രീറ്റിലൂടെയാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്നത്. പഴയ ശൈലിയിലുള്ള ഷിക്കുമെൻ വസതികളെ സമകാലിക വാസ്തുവിദ്യയുമായി സിത്തിയാൻചയിലെ, അതായത് ഈ നഗരത്തിലെ വാസ്തുവിദ്യയുമായിട്ട് തടസ്സമില്ലാതെ യോജിപ്പിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ട് മുതലുള്ള ഈ ഷിക്കുമെൻ വീടുകൾ സങ്കീർണമായ ചൈനീസ് കൊത്തുപണികളും തടിവാതിലുകളും കൊണ്ട് നിർമ്മിച്ച കമാനങ്ങളുമുള്ള വളരെയധികം വീടുകൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇടുങ്ങിയ പാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഫോട്ടോഗ്രാഫിക്ക് അനുയോജ്യമായ ഈ മനോഹരമായ ക്രമീകരണങ്ങൾ നമുക്ക് കാണാം. ഷോപ്പിങ്ങിനും ഡൈനിങ്ങിനും സിയാൻട്രീസിലുള്ള, അതായത് ഈ നഗരത്തിന് സൗത്ത് ബ്ലോക്കിൽ സ്റ്റൈൽ ഷോപ്പിംഗ് മാൾ ഉണ്ട്. ഇതൊക്കെ ആസ്വദിക്കുന്നതിനിടയിൽ പെട്ടെന്ന് എൻ്റെ ക്യാമറ പോയത് ഒരു രസകരമായ കാര്യമാണ്. ഒരു ചൈനീസ് പൗരൻ, ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണെന്ന് പറയാം, അല്ലെങ്കിൽ ഗൈഡാണെന്ന് പറയാം, ഇന്ത്യൻ പതാകയുമായി പോകുന്ന കാഴ്ച. എൻ്റെ ക്യാമറ അത് വളരെ വ്യക്തമായിട്ടും വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് പകർത്തി. അതിനുശേഷം ഞാൻ പോയത് ലോകമെമ്പാടുമുള്ള വിഭവങ്ങൾ വിളമ്പുന്ന ഫ്രാൻസ്, ബ്രസീൽ, അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള റെസ്റ്റോറൻറ്റുകളിൽ ചിലത് അവിടെ ആ പ്രദേശങ്ങളിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള താരങ്ങളുടെ, സെലിബ്രിറ്റികളുടെ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. അവരുടെ ആരാധകർക്ക് അവരുടെ വിഗ്രഹങ്ങളുടെ ഒരു കാഴ്ച ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവയെ ജനപ്രിയ സ്ഥലങ്ങളാക്കി മാറ്റുന്നു. ഫ്രഞ്ച് കാബറെ ആയാലും ജാപ്പാനീസ് റോക്ക് സംഗീതമായാലും തെക്കേ അമേരിക്കൻ നാടോടി പ്രകടനങ്ങൾ ആയാലും ഇന്ദ്രിയങ്ങൾക്ക് ഇത് വിരുന്ന് നൽകുന്ന സ്ഥലമാണിത്. സിയാൻട്രി എന്നാണ് ഈ തെരുവിൻ്റെ പേര്. രാത്രി ജീവിതത്തിനുള്ള ഒരു കേന്ദ്രമായിട്ടാണ് ഇത് പ്രധാനമായിട്ടും കൈക്കൊള്ളുന്നതും പെരുമാറുന്നതും ആൾക്കാർ പരിഗണിക്കുന്നതും. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലും വിദേശികളായ സന്ദർശകർക്കിടയിലും യൂറോപ്യൻ ശൈലിയിലുള്ള അലങ്കാരങ്ങളാൽ അലങ്കരിച്ച റൊമാൻറ്റിക് ഓപ്പൺ എയർ ബാറുകൾ, ചടുലമായ സംഗീതം, പ്രസന്നമായ അന്തരീക്ഷം, മിന്നുന്ന ലൈറ്റുകൾ എന്നിവയിൽ ആനന്ദിക്കാൻ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ഈ മാടി വിളിക്കുന്നുണ്ട് ഈ സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റ് വിചിത്രമായ ചില ചൈനീസ് വിശ്വാസങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്നതാണ്. അതായത് ഫു ലു ഷൗ
എന്നീ ചൈനീസ് പുരാണങ്ങളിലെയും സംസ്കാരത്തിലെയും ദേവതകളുടെയോ ചിഹ്നങ്ങളുടെയോ ഒരു ത്രിമൂർത്തി സംഗമ സ്ഥലമായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഈ സ്ട്രീറ്റ്. ചൈനീസ് വിശ്വാസങ്ങൾ ഇങ്ങനെ പോകുന്നു. പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും അഭിലാഷത്തിന്റെയും ഇഴകൾ നെയ്തുകൊണ്ട് അവരുടെ വിശ്വാസങ്ങൾക്ക് ഭൂദേവത ഭാഗ്യത്തെയോ സന്തോഷത്തെയോ പ്രതീകപ്പെടുത്തുമ്പോൾ, മറിച്ച് ലു ദേവത ഐശ്വര്യത്തെ പ്രതിഫലത്തെയോ പ്രതിനിധീകരിക്കുന്നു. മറ്റൊരു ദേവതയായ ഷൗ ദീർഘായുസിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. ദീർഘായുസത്തിന് ദേവനായ ഷൗ സിംഗ് ആരോഗ്യം, ഉന്മേഷം, നല്ല ജീവിതം എന്നിവയുടെ അനുഗ്രഹങ്ങൾ നൽകുന്നു. ദീർഘവും സമ്പൂർണമായ അസ്തിത്വത്തിനുള്ള ആഗ്രഹങ്ങൾ ഈ ചിഹ്നങ്ങളിൽ നിന്നാണ് അവർ ശേഖരിക്കുന്നതും ഈ വിശ്വാസത്തിൽ നിന്നാണ് അവർ നിലകൊള്ളുന്നതും. നഗര പ്രദക്ഷിണത്തിനും ഓട്ടത്തിനും ശേഷം ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം മതിയാക്കി തിരിച്ച് ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ ഭക്ഷണം ഡിന്നർ ഒരു ഇന്ത്യൻ ഹോട്ടലിൽ നിന്നാണ്. അവിടുത്തെ സുഖകരമായ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയത്. ചൈനയിൽ വന്ന് ഇന്ത്യൻ ഭക്ഷണം കഴിച്ച സംതൃപ്തിയോടെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോയി. അടുത്ത ദിവസത്തെ വിശേഷങ്ങളും ചരിത്രങ്ങളും ചിത്രങ്ങളും വീഡിയോകളും രസകരമായ കാഴ്ചകളുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.